നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് തോൽവി ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് സീതാറാം യെച്ചൂരി. 28-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കും. ഇന്ത്യ മുന്നണിക്ക് പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമായി അണിനിരക്കാൻ കഴിയുമെന്നും മൂന്നാം മോദി സർക്കാർ സ്ഥിരതയുള്ള സർക്കാരാകില്ലെന്നും യെച്ചൂരി. തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനെതിരായ വിധിയെഴുത്തല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തോൽവിയോടെ പത്തിമടക്കി എങ്ങും പോകില്ല. പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. സമരം അധ്യാപകരെ നിയമിക്കണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് സമരക്കാർ കോളേജ് കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വാഗ്ദാനങ്ങളല്ലാതെ മെഡിക്കൽ കോളേജ് വികസനത്തിനായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് സമരസമിതി. പുലിഭീതി ഒഴിയാതെ തൃശൂരിന്റെ മലയോര ഗ്രാമമായ മരോട്ടിച്ചാൽ. കഴിഞ്ഞ ദിവസം ആടിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തിനു സമീപം വീണ്ടും പുലിയെ കണ്ടതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിൽ. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ ഉടൻ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ്. കെ മുരളീധരനായി പാലക്കാട്ടും ഫ്ലക്സ്. മുരളീധരനെ KPCC പ്രസിഡന്റാക്കണമെന്ന് ആവശ്യം. ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ. മങ്കര കാളികാവ് ശ്മശാനം റോഡ് തകർച്ചയിൽ. മഴക്കാലമായതോടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ശ്മശാനത്തിലെത്താൻ പ്രയാസം നേരിടുകയാണെന്ന് പരാതി. റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് തോൽവി ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് സീതാറാം യെച്ചൂരി. 28-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി തോൽവിയുടെ കാരണങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യ മുന്നണിക്ക് പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമായി അണിനിരക്കാൻ കഴിയും. മൂന്നാം മോദി സർക്കാർ സ്ഥിരതയുള്ള സർക്കാരാകില്ലെന്നും യെച്ചൂരി തൃശൂരിൽ പറഞ്ഞു. കുവൈറ്റിൽ മരിച്ചവർക്ക് സീതാറാം യെച്ചൂരി അനുശോചനം രേഖപ്പെടുത്തി. Well, we are part of the India grouping. So part of the India grouping and India bloc, I mean, this is a very strong presence now in the parliament. So it will be, and it won't be so easy for Mr. Modi to browbeat everybody and bulldoze his own individual style of politics as well as policies. Well, that's up to them how they deal with that in the NDA. But the fact remains that this is not a government that was as stable as the last two governments. തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ പത്തിമടക്കി എങ്ങും പോകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തല്ലെന്നും തോൽവിയുടെ കാരണങ്ങളെപ്പറ്റി പഠിക്കുമെന്നും ബിനോയ് വിശ്വം തൃശൂരിൽ പറഞ്ഞു. കേന്ദ്രം കേരളത്തിന് ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം മൂലമുണ്ടായ പ്രതിസന്ധി സർക്കാരിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ഇത് പരാജയമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ആ പരാജയത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി സ്വാഭാവികമായിട്ടും ഞങ്ങൾ പഠിക്കണം. ആ പഠനത്തിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളായതുകൊണ്ട് തന്നെ സ്വയം വിമർശനത്തിൻ്റെ ആവശ്യകത കൂടുതലുണ്ട്. അത് ഞങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്താലേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാകൂ. ഒരു പരാജയവും അവസാനമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എല്ലാ പാഠങ്ങളും പഠിച്ച് ആവശ്യമായ എല്ലാ തിരുത്തലുകളും വരുത്തി LDF മുമ്പോട്ട് പോകും. LDF വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട. ഇടതുപക്ഷത്തിന് പരാജയത്തോടു കൂടി ഞങ്ങൾ പത്തി മടക്കി അല്ലെങ്കിൽ പടം പടക്കി ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും, ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. കെ മുരളീധരനായി പാലക്കാട്ടും ഫ്ലക്സ്. മുരളീധരനെ KPCC പ്രസിഡന്റാക്കണമെന്നാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ ഉയർത്തിയ ഫ്ലക്സ് ബോർഡുകളിൽ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. കോൺഗ്രസിനെ നയിക്കാൻ കെ മുരളീധരൻ വരണമെന്നാണ് ഫ്ലക്സിൽ പ്രധാനമായും പറയുന്നത്. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്ന് ഫ്ലക്സിലുണ്ട്. വിക്ടോറിയ കോളേജിനും കലക്ടറേറ്റിനും സമീപം ഫ്ലക്സുകൾ ഉയർന്നിട്ടുണ്ട്. പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡുകൾ. കെ മുരളീധരനെ KPCC പ്രസിഡന്റാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. മിഷൻ സ്കൂൾ, നടപ്പാത, സ്പില്ലർ, സിവിൽ സ്റ്റേഷൻ, പാലാട്ട് ജംഗ്ഷൻ, മൈതാനം, അഞ്ചുവിളക്ക, കോർട്ട് റോഡ്, DCC റോഡ്, സുൽത്താൻപേട്ട, സ്റ്റേഡിയം, ബസ് സ്റ്റാൻഡ് എന്നീ ഭാഗങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുലിഭീതി ഒഴിയാതെ തൃശൂരിന്റെ മലയോര ഗ്രാമമായ മരോട്ടിച്ചാൽ. കഴിഞ്ഞ ദിവസം ആടിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തിന് സമീപത്ത് വീണ്ടും പുലിയിറങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരാണ്. പ്രദേശത്ത് അടിയന്തരമായി നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനംവകുപ്പ്. പുത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കാവ് പ്രദേശത്തെ ജനങ്ങളാണ് പുലിഭീതിയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നെല്ലിക്കാക്കുടിയിൽ ചാക്കപ്പൻ്റെ വീട്ടിലെ ആടിനെയാണ് പുലി ആക്രമിച്ചു കൊന്നത്. ഈ വീടിന് സമീപത്താണ് ചൊവ്വാഴ്ച രാത്രി വീണ്ടും പുലിയെ കണ്ടത്. ആളുകളെ കണ്ടതോടെ പുലി സമീപത്തെ തേക്ക് പ്ലാന്റേഷൻ തോട്ടത്തിലേക്ക് ഓടിമറഞ്ഞു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മാന്താമംഗലം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല.
അത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയില്ല. നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കഴുകി നോക്കിയപ്പോഴാണ് ഈ തുള കാണുന്നത്. ഈ ചെവിയുടെ പിടിച്ചിട്ട് വലിച്ച് കൊണ്ടുപോകേണ്ടത് തുള കണ്ടത്. നാല് തുളയുണ്ട്, ഇരുന്ന് പല്ല് കയറിയണത്. നല്ല വെളുത്തുള്ള പുലിയാണ്. ഫോറസ്റ്റുകാർ വന്നിരുന്നുണ്ട്. ഫോറസ്റ്റുകാർ വന്നു. അവർ വിളിച്ചപ്പോൾ തന്നെ വന്നു. അവരൊന്ന് ബില്ലൊക്കെ നോക്കി. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല അവർക്ക്. അപ്പോൾ നേരം എടുത്ത് ഒരു 11 മണി 10 മണി 10 അവർ വന്നു. അവർ വന്ന് ഈ പറഞ്ഞിലൊക്കെ നോക്കിയപ്പോൾ അവർ വന്ന് പുലി തന്നെയാണ്. അവർ ചവിട്ടെ കണ്ടു, എല്ലാ കൂട്ടം കണ്ടായിരുന്നു. ഒരേ സ്ഥലത്ത് വീണ്ടും പുലിയെ കണ്ടതോടെ ജനങ്ങളും ഭീതിയിലാണ്. വിവരമറിഞ്ഞ് പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. അതേസമയം തുടരെ മേഖലയിൽ പുലിയെ കണ്ടതോടെ അടിയന്തരമായി ക്യാമറ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മഴ പെയ്തതോടെ തകർച്ചയിലായി മങ്കര കാളികാവ് ശ്മശാനത്തിലേക്കുള്ള പ്രധാന പാത. ശോചനീയാവസ്ഥ നേരിടുന്ന ഈ പാതയിലൂടെ ശവസംസ്കാരത്തിനായി മൃതദേഹം എത്തിക്കാനും ഏറെ പ്രയാസമാണ്. പൊട്ടിപ്പൊളിഞ്ഞ് കുഴി നിറഞ്ഞ റോഡിൽ ചെളിവെള്ളം കെട്ടിയതോടെ കുഴികൾ പോലും കാണാനാകാതെ വാഹനയാത്രക്കാരും പ്രയാസപ്പെടുന്നു. മങ്കര കാളികാവ് റോഡിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെയാണ് പൊതുശ്മശാനം. റോഡിന്റെ അവസ്ഥ കണ്ട് മൃതദേഹം ഇവിടേക്ക് കൊണ്ടുപോകാൻ പോലും ആംബുലൻസ് ഡ്രൈവർമാർ മടിക്കുകയാണ്. നിരവധി വർഷങ്ങളായിട്ടും ഈ വഴി നന്നാക്കാൻ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിന് ഏതെങ്കിലും രീതിയിലൊന്ന് വൃത്തിയാക്കി തന്നാൽ മാത്രമേ ഇവിടുന്ന് ബോഡി നമുക്ക് ശ്മശാനത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. വളരെ മോശമായ രീതിയിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് ബോഡി ഇറക്കിയിട്ട് ഏറ്റിക്കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെയധികം ബുദ്ധിമുട്ടി ഇന്നൊരു ബോഡി വന്നു. വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയിരിക്കുന്നത്. പഞ്ചായത്ത് പരിധിയിലെ നിരവധി മൃതദേഹങ്ങൾ ഇവിടെയാണ് സംസ്കരിക്കുന്നത്. മാറി മാറി വന്ന ഭരണസമിതികളൊന്നും തന്നെ വഴി നന്നാക്കാൻ നടപടിയെടുത്തിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. എത്രയും വേഗം വഴി നന്നാക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. എന്നാൽ 5 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് റോഡ് കോൺക്രീറ്റ് നടക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. പഞ്ചായത്തിന് ഫണ്ട് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ പല പ്രാവശ്യം MLA ആവശ്യപ്പെട്ടുവെങ്കിലും അവരിൽ നിന്ന് അത് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നാളിതുവരെ നിലനിൽക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഭരണസമിതി കഴിഞ്ഞ വർഷത്തെ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 5 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരമായി കോൺക്രീറ്റ് ചെയ്യുന്നതിന് ടെൻഡർ നടപടികൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. ആവശ്യത്തിന് അധ്യാപകരെ നിയമിക്കണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ 3 ദിവസങ്ങളിലായി വിദ്യാർത്ഥികൾ സമരത്തിലാണ്. അനിശ്ചിതകാല സമരം തുടരുന്ന വിദ്യാർത്ഥികൾ പാലക്കാട് മെഡിക്കൽ കോളേജ് കവാടത്തിൽ കുത്തിയിരിപ്പ് നടത്തി. മെഡിക്കൽ കോളേജിലെ ഇല്ലായ്മകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും പരിഹാരമാകാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുന്നതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. സർക്കാർ നിരന്തരം വാഗ്ദാനം നൽകുന്നതല്ലാതെ മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനായി ഒന്നും ചെയ്യുന്നില്ല. മെഡിക്കൽ കോളേജ് ആരംഭിച്ച് 10 വർഷം പിന്നിടുമ്പോഴും സ്ഥിര അധ്യാപക നിയമനം നടത്തുന്നില്ല. കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപക നിയമനമാണ് നടക്കുന്നത്. പരിശോധനാ സംവിധാനങ്ങൾ, ശസ്ത്രക്രിയാ സംവിധാനം തുടങ്ങി യാതൊരു അടിസ്ഥാന സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടില്ല. മെഡിക്കൽ കോളേജിന്റെ മുൻവശത്തുള്ള ഹൈവേയിൽ നടക്കുന്ന അപകടങ്ങളിൽപ്പെടുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ പോലും സംവിധാനമില്ല. മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്ന ശമ്പളത്തെക്കാളും കുറവാണ്. അപ്പോൾ ഇതെല്ലാം ആകുമ്പോൾ ഇവിടെ ആരും വരുന്നില്ല. ഇവിടെ ആരും ജോലി അന്വേഷിച്ച് വരികയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മളിവിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ഭാവിയാണ് ഇതിനെ കൊണ്ട് തകരാറാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സർവാധികാരി എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് മിനിസ്റ്ററാണ്. ഏത് പാർട്ടി ആയിക്കോട്ടെ, XYZ ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ചീഫ് മിനിസ്റ്ററാണ് ഇതിൻ്റെ ഹെഡായിട്ടുള്ളത്. അദ്ദേഹം ഒരു ചേംബർ വിളിച്ച് ബന്ധപ്പെട്ട അധികാരികളെല്ലാം വിളിച്ചു കൂട്ടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതൊരു പെർമനന്റ് റിക്രൂട്ട്മെന്റ് ബോർഡ് വേണം. ഇവിടുത്തെ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു രീതി കൊണ്ടുവരണം. അത് യൂണിഫോമായിട്ട് നടപ്പാക്കണം. എല്ലാ കൊല്ലവും അത് തന്നെ നടപ്പാക്കുകയും വേണം. അങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി ഇവിടെ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ പരിഹാരങ്ങളും നമുക്ക് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി IP-യുടെ ഉദ്ഘാടനം കൊട്ടിഘോഷിച്ച് നടത്തിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചലമായി. മെഡിക്കൽ കോളേജിനായി അനുവദിക്കുന്നുണ്ടെന്ന് പറയുന്ന കോടികൾ എവിടേക്കാണ് പോകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായ ഗൗതം കൃഷ്ണ, ആദിത്യ, അഖിൽ, ഗ്രീഷ്മ, തനിമ, കൃഷ്ണ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
അന്നമനട സ്മൃതി കലാചാര്യ പുരസ്കാരം ചോറ്റാനിക്കര വിജയന്മാരാർക്കും അന്നമനട പരമേശ്വരന്മാരാർക്കും. വാദ്യകലാ പുരസ്കാരത്തിന് ഇലത്താള കലാകാരൻ ചേലക്കര സൂര്യനും അർഹരായി. പ്രശസ്ത തിമില കലാകാരൻ അന്നമനട പരമേശ്വരന്മാരാരുടെ സ്മൃതി ദിനത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും കിഴക്കൂട്ട് അനിയന്മാരാരും ചേർന്ന് പുരസ്കാര സമർപ്പണം നടത്തി. അന്തരിച്ച പ്രശസ്ത തിമില കലാകാരൻ അന്നമനട പരമേശ്വരന്മാരാരുടെ ഓർമ്മയ്ക്കായാണ് പുരസ്കാരം നൽകി വരുന്നത്. ചടങ്ങ് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് കാലടി കൃഷ്ണയ്യർ അധ്യക്ഷനായി. മുൻ മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, UK സുരേഷ് കുമാർ, കുടകര രമേശ്, പെരുവനം സതീഷ് മാരാർ, പാഞ്ഞാൾ വേലുക്കുട്ടി, രാധാകൃഷ്ണൻ മാരാർ, അച്യുതാനന്ദൻ, കണ്ണൻ ഇങ്കക്കാട്, വരവൂർ ഹരിദാസ്, കലാപീഠം അജിത്, കലാമണ്ഡലം വിശ്വാസ് തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം ഹരീഷ് സ്വാഗതവും ഡോക്ടർ നന്ദിനി വർമ്മ ചടങ്ങിന് നന്ദിയും അറിയിച്ചു. തുടർന്ന് ചെണ്ടമേളവും പഞ്ചവാദ്യവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ LP വിഭാഗം ആൺകുട്ടികൾക്കുള്ള ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MPTA പ്രസിഡന്റ് KV സുനിത അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ S ശാന്തിലാൽ സ്വാഗതം പറഞ്ഞു. N തുളസീദാസ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. SSG അംഗം K അശോകൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി A ബാലകൃഷ്ണൻ, സ്കൗട്ട് മാസ്റ്റർ K മുഹമ്മദ് ഷിയാസ് എന്നിവർ സംസാരിച്ചു. ദിനൂപ് കൃഷ്ണ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് തോൽവി ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് സീതാറാം യെച്ചൂരി. 28-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കും. ഇന്ത്യ മുന്നണിക്ക് പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമായി അണിനിരക്കാൻ കഴിയുമെന്നും മൂന്നാം മോദി സർക്കാർ സ്ഥിരതയുള്ള സർക്കാരാകില്ലെന്നും യെച്ചൂരി. തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനെതിരായ വിധിയെഴുത്തല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തോൽവിയോടെ പത്തിമടക്കി എങ്ങും പോകില്ല. പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. സമരം അധ്യാപകരെ നിയമിക്കണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് സമരക്കാർ കോളേജ് കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വാഗ്ദാനങ്ങളല്ലാതെ മെഡിക്കൽ കോളേജ് വികസനത്തിനായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് സമരസമിതി. പുലിഭീതി ഒഴിയാതെ തൃശൂരിന്റെ മലയോര ഗ്രാമമായ മരോട്ടിച്ചാൽ. കഴിഞ്ഞ ദിവസം ആടിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തിനു സമീപം വീണ്ടും പുലിയെ കണ്ടതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിൽ. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ ഉടൻ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ്. K മുരളീധരനായി പാലക്കാട്ടും ഫ്ലക്സ്. മുരളീധരനെ KPCC പ്രസിഡന്റാക്കണമെന്ന് ആവശ്യം. ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ. മങ്കര കാളികാവ് ശ്മശാനം റോഡ് തകർച്ചയിൽ. മഴക്കാലമായതോടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ശ്മശാനത്തിലെത്താൻ പ്രയാസം നേരിടുകയാണെന്ന് പരാതി. റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.